കൊച്ചിയിൽ നിന്ന് വന്നൊരു ദൃശ്യം കാണാം. കൊച്ചിയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ അപായപ്പെടുത്താൻ ശ്രമം. ബോണറ്റിലേക്കുള്ള പോലീസുകാരനുമായി 20 മീറ്ററോളമാണ് കാർ സഞ്ചരിച്ചത്. കാർ ബ്രേക്ക് ഇട്ടതോടെ ASI തെറിച്ചു വീഴുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഒരു പോലീസുകാരനെ ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് കാർ പോകുന്ന കാഴ്ച. പരിശോധനയ്ക്കിടയിലാണ് 20 മീറ്ററോളം, ഏകദേശം 20 മീറ്ററോളം ASIയുമായിട്ട് കാർ ബോണറ്റിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ പെട്ടെന്ന് ബ്രേക്കിട്ട് തടയാൻ വരുന്നു. വാഹനം ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് ഇടിച്ചു തെറിപ്പിക്കുന്നത്. ഇത് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ASI PN സന്തോഷിനാണ് പരിക്കേറ്റത്. കാറിൽ കിടന്ന പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. പരിശോധനയ്ക്കിടയിലാണ് പോലീസിനെ ഇടിച്ചു ഇട്ടത്. അപായപ്പെടുത്താനുള്ള ശ്രമമാണ്. ഇപ്പോൾ പോലീസുകാർ ASI ആയ ഇതാണ് ആ ഇടി. പോലീസുകാരന്റെ ഭാഗത്തേക്ക് തന്നെ പോകുന്നുണ്ട് കാറ്. പോലീസുകാർ കൈ കാണിച്ചിട്ടും നിർത്താതെ അപായപ്പെടുത്താനുള്ള ശ്രമമാണ്. കാർ ബ്രേക്ക് ഇട്ടതോടെ ASI തെറിച്ചു വീണു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ASI PN സന്തോഷ്. ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. പണി നടക്കുകയായിരുന്നു റോഡിന്റെ. ആ ഭാഗത്തേക്ക് സ്ലോ ചെയ്യുന്നു. വണ്ടി പോലീസുകാർ അവിടെ നിൽക്കുന്നു നടുക്ക്. ആ സമയത്ത് അതിലൊരു പോലീസുകാരനുമായിട്ട് ആ പോലീസുകാരനെ ഇടിച്ച് പോലീസുകാരൻ ബോണറ്റിന് മുകളിലേക്ക് എന്നിട്ട് ഇടിച്ച് താഴെ ഇടുന്നു. സൈഡിലേക്ക് തെറിച്ചു വീഴുകയാണ് സന്തോഷ്. നമുക്കിപ്പം അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂര് വളരെ കൃത്യമായി ഈ പോലീസിനെ അപായപ്പെടുത്താനെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇടിച്ചിരിക്കുന്നത്. ചെക്കിങ്ങിനിടയിൽ പോലീസുകാർ നിന്നത് ഒരുപക്ഷെ ദുരൂഹമായി എന്തോ ഉണ്ടെന്ന് സംശയിക്കേണ്ടി വരും ഈ ഘട്ടത്തിൽ, അല്ലേ അർജുൻ? ഉറപ്പായും ഡോക്ടർ അരുൺകുമാർ, യാദൃശ്ചികമല്ല, അബദ്ധം കൊണ്ട് പറ്റിയതല്ല. കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത ഈ പോലീസുകാരനെ ഇടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ചെയ്തതാണ്. ഒരു ബലേനോ കാറാണ്. ഇന്നലെ പുലർച്ചെ 2:30ക്കും ഏതാണ്ട് 2:30യോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിൽ SIയും ASIയും അടക്കമുള്ളവർ ഇന്നലെ പുലർച്ചെ മുതൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിനിഞ്ഞാന്ന് രാത്രി മുതൽ തന്നെ ഇവരുടെ പല ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. കല്ലൂർ ദേശാഭിമാനി റോഡിലടക്കം പരിശോധന തുടരുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ACM സ്കൂളിന് സമീപത്തേക്ക് പരിശോധന മാറ്റിയത്. അവിടെ അതുവഴി വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ കൈനീട്ടി നിർത്തിക്കൊണ്ട് പരിശോധന നടത്തിക്കൊണ്ട് കടത്തിവിടുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ബലേനോ കാർ അങ്ങോട്ടേക്ക് വരുന്നത്. ആദ്യം പോലീസുകാർ കൈനീട്ടിയപ്പോൾ ആ ബലേനോ കാർ അവിടെ നിർത്തുന്നുണ്ട്. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥനെ ഇടിച്ച ശേഷം മുന്നോട്ട് പോവുകയായിരുന്നു. ASI PN സന്തോഷിനാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ സന്തോഷ് ഈ കാറിന്റെ ബോണറ്റിൽ ഏറെ നേരം പിടിച്ചു നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. ഏതാണ്ട് 20 മീറ്ററോളം ദൂരം ഈ ASIയും കൊണ്ട് ബോണറ്റിൽ ASI കിടക്കുമ്പോൾ ഈ വാഹനം മുന്നോട്ട് പോകുന്ന സാഹചര്യവുമുണ്ടായി. അതിനുശേഷമാണ് ഈ കാർ അപ്രതീക്ഷിതമായി ബ്രേക്ക് ഇടുന്നത്. അപ്പോൾ ഈ പോലീസുകാരൻ റോഡിലേക്ക് തെറിച്ചു വീഴുകയാണ് ചെയ്തത്. അതിനുശേഷം വാഹനം നിർത്താതെ പോവുകയാണ് ചെയ്തത്. ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി കടത്തുന്നുണ്ടാകാം എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. പുലർച്ചെ 2:30 പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നോർത്ത് പോലീസിൽ നിന്നുള്ള സംഘം. ആ സമയത്താണ് ഈ കാർ അവിടെ വരുന്നത്. കാറിന് മറ്റെങ്ങും വഴിയെ പോകാൻ കഴിയുമായിരുന്നില്ല. പോലീസ് തടയുന്നുവെന്ന് മനസ്സിലാക്കി നിർത്താൻ ഉദ്ദേശമില്ലാതെ നോക്കൂ, സ്പീഡ് കൂട്ടുന്നു. ആ സമയത്ത് സ്പീഡ് കൂട്ടിയാണ് പോകുന്നത്, അല്ലേ? തീർച്ചയായും ഡോക്ടർ, ആദ്യഘട്ടത്തിൽ പോലീസുകാർ കൈ കാണിച്ചപ്പോൾ വാഹനം അല്പമൊന്ന് സ്ലോ ആക്കുകയും അവിടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെടണം, ഈ പോലീസുകാരെ ഇടിച്ചിട്ടിട്ടാണെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഈ വാഹനം മുന്നോട്ടേക്ക് എടുക്കുകയാണ്. അതിവേഗം ഈ വാഹനം മുന്നോട്ടേക്ക് എടുക്കുന്നു. അതിനുശേഷം ഈ പോലീസുകാരെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യം ഇപ്പോൾ റിപ്പോർട്ടർ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്.